സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു വിഭാഗത്തിന്റെ വമ്പൻ ശ്രമം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് ഈ ചരടുവലിയൊക്കെ നടക്കുന്നത്. സംഘടനയിൽ തലമുറ മാറ്റം വേണം എന്ന ശക്തമായ ആവശ്യമാണ് സതീശന്റെ നേതൃത്വത്തിലുള്ളവർ ഉന്നയിക്കുന്നത്. എന്നാൽ KPCC പ്രസിഡന്റിനോട് താല്പര്യമില്ലെങ്കിലും സതീശൻ വിരുദ്ധർ ഈ നീക്കത്തിന് തടയിടുന്നുമുണ്ട്. VD സതീശൻ വിരുദ്ധപക്ഷത്തെ നേതാക്കൾ സുധാകരന് പരസ്യ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. AICC പ്രവർത്തക സമിതി അംഗം ശശി തരൂറാണ് സുധാകരന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് മാറേണ്ടതില്ല എന്നും അങ്ങനെ മാറ്റം ആവശ്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ എന്നിവരും സുധാകരൻ മാറേണ്ടതില്ല എന്ന നിലപാടിലാണ്. എന്നാൽ നേതൃമാറ്റം ആവശ്യമാണെന്ന ഉറച്ച നിലപാടിലാണ് പുതു തലമുറ നേതാക്കൾ. ഇതാണ് സതീശന്റെ ധൈര്യവും. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ യുവ നേതാക്കളുടെ പിന്തുണ സതീശനുണ്ട്. പാർട്ടിയിൽ യുവ നേതാക്കളെ മുൻനിർത്തി സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. സംഘടനാ സംവിധാനം ശക്തിപ്പെടേണ്ടതുണ്ട് എന്നും സംഘടന ചലിക്കാതെ പ്രതിപക്ഷ പ്രവർത്തനം ഫലവത്താകില്ല എന്നുമാണ് സതീശൻ പറയുന്നത്. KPCCയിൽ അഴിച്ചുപണി വേണമെന്ന് കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പൊട്ടിത്തെറിയുണ്ടായാലും സംഘടനയിൽ അഴിച്ചുപണി വേണമെന്നാണ് പുതുതലമുറ നേതാക്കളുടെ നിലപാട്. പൊട്ടിത്തെറി ഭയന്ന് സംഘടനയെ നിഷ്ക്രിയമാക്കുന്നതിനോട് നേതാക്കൾക്ക് യോജിപ്പില്ല. ആര് പുതിയ അധ്യക്ഷനായാലും തലമുറ മാറ്റം വേണമെന്നാണ് ഇവർ പറയുന്നത്. KPCC ഭാരവാഹികളിൽ യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന അനുകൂല രാഷ്ട്രീയം മുതലാക്കാനാകണമെന്നും പുതുതലമുറ നേതാക്കൾ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം മാറി മറിയാമെന്നിരിക്കെ സംഘടന ചലിപ്പിക്കാൻ സാധിക്കണമെന്നാണ് നേതാക്കൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി അദ്ദേഹം തന്നെ നേരിട്ട് രംഗത്ത് വന്നു. നേതൃമാറ്റ വാർത്തകൾ അദ്ദേഹം തള്ളി. താൻ മാറുമെന്നത് വെറും മാധ്യമ സൃഷ്ടിയാണെന്നാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ KPCCയിൽ വൻ അഴിച്ചുപണി തന്നെ നടന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. K സുധാകരനെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സ്ഥാനത്ത് നിർത്തിയേക്കുമെന്നാണ് സൂചന. എന്നാൽ മറ്റു സുപ്രധാന സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകും. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ മാറ്റമുണ്ടായേക്കാം. അതിനിടയിൽ CPM-നെ വെല്ലുവിളിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ കഴിഞ്ഞ ദിവസം എത്തിയത് ശ്രദ്ധേയമായിരുന്നു. CPM-ന്റെ ഓഫീസുകൾ പൊളിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് സാധിക്കുമെന്നും അതിന് കോൺഗ്രസിന്റെ 10 പിള്ളർ മതിയെന്നുമാണ് K സുധാകരൻ തുറന്നടിച്ചത്. പിണറായി വേണ്ടുട്ടായിലെ ഓഫീസ് തകർത്തത് CPM ആണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഇവിടെയുള്ള കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് അടിച്ചു തകർത്തത്. പാർട്ടി ഓഫീസുകൾ തിരിച്ചു പൊളിക്കാൻ കഴിയുമെന്ന് K സുധാകരൻ പ്രസംഗത്തിനിടെ വെല്ലുവിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമികൾ തകർത്തത്.